കിട്ടുന്നില്ല, പറയാനും സംസാരിക്കാനും വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. ചിലവരുടെയൊക്കെ അഹങ്കാരത്തിനും ഒരു ധാർഷ്ട്യത്തിനും കിട്ടിയ മറുപടി തന്നെയാണ് എന്ന് പലതവണ പലകുറി പറയുമ്പോഴും ഇവിടെ പലവർക്കും ഭയങ്കര പ്രശ്നമായിരുന്നു സുഹൃത്തുക്കളെ. നോക്കുന്നില്ല, മുഖത്തോട്ടേ നോക്കുന്നില്ല. നാടനിലേക്ക് സ്വാഗതം. അതെ, അങ്ങോട്ട് കൈയും കാലും ഒക്കെ വെച്ച് കൂട്ട, എന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ല നിങ്ങളുടെ കുഞ്ഞളിയന്. മിണ്ടെന്നേ, മിണ്ടാവൃതമാണോ ഇന്ന്? മിണ്ട് മിണ്ട്. കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, ഇനി ഉണ്ടല്ലോ, എണ്ണാൻ ഇനിയുണ്ട് കേട്ടോ. അതെ അതെ, മണി 10:45, അതായത് ഏകദേശം 11 മണിയോട് കൂടി വരുമ്പോൾ ചിത്രം വ്യക്തമാവുകയാണ്. കേരളത്തിൽ രണ്ടിടത്ത് താമര, ഒരിടത്ത് ആലത്തൂരിലും തോട്ടിലും, ബാക്കിയുള്ള എല്ലായിടത്തും 17 ഇടങ്ങളിൽ UDF കൊണ്ടുപോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊണ്ടുപോയിട്ടൊന്നുമില്ല, എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയിരുന്ന ഇനിയിപ്പോ വിജയിച്ചു തന്നെ ഇരിക്കട്ടെ, എല്ലാ മണ്ഡലങ്ങളിലും UDF എന്ന് തന്നെ പറഞ്ഞിരിക്കട്ടെ. നമ്മള് സമ്മതിക്കൂല അല്ലേ? നമ്മള് സമ്മതിക്കൂല. മെഷീനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് സംശയമുണ്ടോ? നമുക്ക് അന്നേ ഞങ്ങള് പറഞ്ഞു, പാവപ്പെട്ട ജനം കയറി മേയും, അവർക്ക് കിട്ടുന്ന ഒരു ചാൻസ് മാത്രമാണ് ഈ വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത. പുച്ഛം, അപ്പോഴും പുച്ഛം, വെറും പുച്ഛം. എടോ, ഈ പുച്ഛം കാണിച്ച് എത്ര നാള് പുച്ഛം കാണിക്കും? ഇങ്ങനെ എത്ര നാള് പുച്ഛം കാണിക്കും? അല്ല, എന്ന് മിണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇന്നലെ കണ്ടതാണല്ലോ ഇവിടെ കിടന്ന് എന്തായിരുന്നു ഷോ? അല്ല, എന്തായിരുന്നു ഇവിടെ കിടന്ന്? വിരകുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞാൻ മീശ എടുത്തു കളയുന്നു, ഞാൻ മുട്ടയടിക്കൂ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു? പറഞ്ഞോടാ ഞാൻ അങ്ങനെ കൂടി പറയണം താൻ. കാരണം തന്റെ മുടിക്ക് അവിടുത്തെ ഫാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ മുടി ഞാനിങ്ങ് മേടിച്ചെടുക്കും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. എടോ, താൻ കൂടുതൽ കിടന്ന് തുള്ളൊന്നും വേണ്ട, ഇനി ഉണ്ടോ എണ്ണാനായിട്ട് കേട്ടോ. ഇനിയുണ്ട്. എടോ, ലീഡ് നില ഒന്ന് നോക്കടോ. എടോ, 15,141 വോട്ടുകൾക്ക് മുന്നിലാടോ. ആര് ഇതാരാ? തനിക്ക് ആരാന്ന് തോന്നുന്നേ? ഇയാൾ ഇത്രയും നാളും അങ്ങ് മറ്റേ അവിടെ AICC ഇരുന്നോണ്ടുണ്ടാക്കുമായിരുന്നില്ല, അവിടെ നിന്ന് ഉണ്ടാക്കിയാ പോരായിരുന്നു. എടോ, എവിടെ നിന്ന് ഉണ്ടാക്കിയാലും വോട്ട് വീണോ പെട്ടിയില്? സാധാരണക്കാരന്റെ വോട്ട് വീണോ? പിന്നെ സാധാരണക്കാരന്റെ ഈ ധാർഷ്ട്യം, ആലപ്പുഴക്കാർക്ക് വേണ്ടി KC വേണുഗോപാൽ എന്തുണ്ടാണ് ഉണ്ടാക്കിയത്? എന്തുണ്ട ഉണ്ടാക്കിയാലും പെട്ടിയില് വോട്ട് വീണോ? പെട്ടിയില് വോട്ട്. അല്ല, ഇത്ര നാൾ ഉണ്ടായിക്കൊണ്ടിരുന്നവരൊക്കെ എവിടെ പോയി? ആലപ്പുഴയില് എന്താ അതിനെ കുറിച്ചൊന്നും പറയാത്തെ? എവിടെ പോയി? അല്ല, പിണറായി വിജയൻ എവിടെ പോയി? ഗോവിന്ദ മാഷ് എവിടെ പോയി? AKG സെന്ററിലുണ്ട്. കാണണം. പക്ഷേ എനിക്ക് തോന്നുന്നു കൈരളി ടിവിയിൽ മാത്രം പ്രത്യേകമായി 20-ൽ 19 സീറ്റും LDF നേടി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നമ്മളിങ്ങനെ എണ്ണി വന്നപ്പോ എവിടെയോ 4-5-20 എന്നുള്ളത് 26 സീറ്റൊക്കെ കൂടിപ്പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെ, അല്ല മണ്ഡലങ്ങൾ 20 ഉള്ളൂ ആണല്ലോ അല്ലേ? അതിനുറപ്പാണല്ലോ. ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനെ ഒന്നും പ്രവചിക്കാറായിട്ടില്ല. നമ്മൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അവർ അവസാന നിമിഷം ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഇപ്പൊ നിങ്ങൾക്ക് കേരളം നീലയായിട്ടൊക്കെ തോന്നും. നമ്മ നടക്കില്ല. ഇത് ചെവക്കൊന്ന്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാതിരുന്നിട്ടും BJP അക്കൗണ്ട് തുറക്കുന്നു എന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ സംഭവം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയും ഇതിനെക്കാട്ടി വലിയ ലീഡിന് നമ്മൾ കണ്ടതാണ്. അതിൽ 11,000-ഓളം വോട്ടുകൾക്ക് മുന്നിൽ O രാജഗോപാൽ ഉണ്ടായിരുന്നു. കുമ്മന രാജശേഖരൻ ഉണ്ടായിരുന്നു. O രാജഗോപാൽ വിജയിച്ചു. പക്ഷെ കുമ്മന രാജശേഖരൻ അവിടെ തോൽക്കുന്ന അവസാന നിമിഷം മാറ്റി പറയേണ്ടി വന്നു. LDFന്റെ പന്നീൻ രവീന്ദ്രൻ അല്ല. അല്ല, ഈ അക്കൗണ്ട് പൊട്ടിച്ചത് നിങ്ങൾ പറയാൻ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ തീരദേശ മേഖലകൾ എണ്ണി വന്നപ്പോൾ ശശി തരൂരിനായിരുന്നു മുൻതൂക്കം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വോയിസ് ഇല്ല. എന്റെ സുഹൃത്തുക്കളെ, എന്റെ വോയിസ് ഇല്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് വോയിസ് ഇല്ല. പന്നീൻ രവീന്ദ്രൻ എവിടെ? പാവങ്ങളുടെ കണ്ണിലുണ്ണി എവിടെ? കാണുന്നില്ല അദ്ദേഹത്തെ. ചായ കുടിക്കാം. എടോ, നിങ്ങളെ കൂടെ കൊണ്ട് ചതിച്ചല്ലോ ആ മനുഷ്യനെ. അനാവശ്യമൊക്കെ ഇവിടെ കാണിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനൊന്നും അല്ല, ഒന്നും ആയിട്ടില്ല. ജയിക്കുകയാണെങ്കിൽ, തൃശ്ശൂരിൽ BJP ജയിക്കുകയാണെങ്കിൽ ചിലരിവിടെ പറഞ്ഞു പരത്താൻ പോകുന്ന മറ്റു ചില കഥകൾ ഉണ്ട്. പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയാണ് അദ്ദേഹം ജയിച്ചത്.
അതന്നെ പെണ്ണുങ്ങളുടെ പറയായിരുന്നു നടക്കുമായിരുന്നല്ലോ. കരിവന്നൂരിൽ അദ്ദേഹം ചെയ്ത പോലെ ആരെങ്കിലും ചെയ്തോടോ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? എടാ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തുകാരനായ അങ്ങേരെന്തിനാണ് എല്ലാം കൊണ്ട് തൃശ്ശൂർ കൊടുക്കുന്നത്? നിങ്ങളുടെ മറ്റേ നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു അരി വന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമൊക്കെ കഴിഞ്ഞപ്പോ ആ അരി പിന്നെ കാണാനില്ലായിരുന്നല്ലോ. അല്ല കേരള ഒരു റെയിലിന്റെ ഒരു ഭാഗം കേരളയിൽ, ഒരു റെയിലിന്റെ മറ്റേ ഭാഗം വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? അല്ല നിങ്ങളുടെ കിറ്റ് എവിടെ? കോവിഡ് സമയത്ത് നിങ്ങൾ കൊടുത്ത കിറ്റ് എവിടെ? നിങ്ങളുടെ ആഹാരം എവിടെ? എവിടെ എവിടെ എവിടെ? എന്ത് പറഞ്ഞാൽ അതിൽ വന്ന് അവസാനിക്കാൻ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. ശരി സുഹൃത്തുക്കളെ, നിമിഷം പൊക്കോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമുക്ക് അവസാനം ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കാം. അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ ഇവർ പൊരുതും, എന്നിട്ട് ഇവർ തോൽക്കും, ഇവിടെ കിടന്ന് മെഴുകും, തോൽവിക്ക് പല പല കാരണങ്ങളും കണ്ടെത്തും, എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ആരുടെ തലയിൽ വെക്കും? BJPയുടെ തലയിൽ കൊണ്ട് വെക്കും. ഇത് തന്നെയാണല്ലോ കഴിഞ്ഞ കുറെ നാളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടോ MLA പോലും ഇല്ലാത്ത BJPക്ക് ഇവിടെ കഴിയട്ടോ, എന്നിട്ട് കിടന്ന് തുള്ളടോ താമര. ഇനി എണ്ണാനുണ്ടോ വോട്ട്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ K മുരളീധരനെ അവിടെ കാണാനില്ലായിരുന്നല്ലോ. എവിടെ പോയി K മുരളീധരൻ? എടോ സുനിൽകുമാറിന്റെ പേര് ഇഞ്ചോടിഞ്ച് പോരാട്ടം സുനിൽകുമാറും മറ്റേ സുരേഷ് ഗോപിയും കൂടെ നടന്നല്ലോ. ആ കൂട്ടത്തിൽ എവിടെ? ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ K മുരളീധരന്റെ പേര് കേട്ടായിരുന്നോ? നിങ്ങളുടെ നീലമയം എവിടെ ആയിരുന്നു? ഒരു കാര്യം പറയട്ടെ, മുരളീധരനെ കൊണ്ട് നിർത്തിയത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്? മുരളീധരനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ കൊണ്ട് നിർത്തിയത്. സുരേഷ് ഗോപി തോൽപ്പിക്കാൻ വേണ്ടി മുരളീധരനെ കൊണ്ട് നിർത്തി. അതുവഴി സുനിൽകുമാറിൽ നിന്ന് വോട്ടുകൾ മുരളീധരനിലേക്ക് വരണം എന്നാൽ ശരി, സമ്മതിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയായിരുന്നു? സുനിൽകുമാറിന് വേണ്ടി എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഇറങ്ങിയില്ല? തൃശ്ശൂരിൽ 3 വട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങി. ഏകദേശം ഒരു സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു? തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. കരിവന്നൂരിൽ നല്ലോണം കട്ടുമുടിപ്പിച്ചു. ജനങ്ങളുടെ മനസ്സിലുണ്ടോ? ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ നോക്കിക്കോ, പലയിടങ്ങളിലും ഈ LDF പിന്തള്ളപ്പെടും. പലയിടങ്ങളിലും LDF 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയും കാണുന്നത്. 2ാം സ്ഥാനത്തേക്ക് BJP ഉയർന്നു വരും. കാരണം ഇതൊക്കെ ഓരോ വോട്ടും മോദിയിലേക്ക് പോകുന്ന വോട്ടാണ്. വാരണാസിയിൽ കഷ്ടപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രിയാ കടന്ന് വാരണാസിയിൽ കിടന്ന് ചക്രശ്വാസം നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് സ്മൃതി ഇറാനി എവിടെ പോയടോ? അവരും കിടന്ന് ചക്രശ്വാസം വലിക്കുവാണല്ലോ. കൂടുതൽ ഇതാണെന്ന് പറയൊന്നും വേണ്ട. ഈ BJPക്കാർ തന്നെ വില കുറിച്ച് കണ്ട ഇന്ത്യ സഖ്യം കേറുന്നുണ്ടല്ലോ. അതാ പറഞ്ഞത്, തിരിച്ചടിയുടെ കാലം ഉണ്ടോ? അതെ, കുറച്ച് നേരത്തെ കൂടെ ഇന്ത്യ സഖ്യത്തിലുള്ള മുരളീധരനെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ. ഇപ്പൊ പറയുന്നു ഇന്ത്യ സഖ്യം കയറി വരണം. താൻ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. താൻ കേരളത്തിൽ പിണറായി വിജയൻ സ്വഭാവം കാണിക്കണം. സുഹൃത്തുക്കളെ, അതായത് ഒന്നും കഴിഞ്ഞിട്ടില്ല, എണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തത മാത്രമാണ്. ശരി സുഹൃത്തുക്കളെ, കേട്ടോ, ഈ അണയാൻ പോകുന്ന തീ ആളി കത്തും. അതാണ് പറയുന്നത് സുഹൃത്തുക്കളെ. അവിടെ കത്താൻ പോലും ഇവിടെ തീ ഇല്ല സുഹൃത്തെ. അതാണ് മറ്റൊരു കാര്യം. ഞങ്ങൾ കനൽ ഒരു തരം കനലിന്റെ കാര്യം ഇവിടെ അധികം പറയണ്ട സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, എനിക്ക് AKG സെന്ററിലേക്ക് പോകേണ്ടതുണ്ട്. എണ്ണി കഴിഞ്ഞിട്ടില്ല. എണ്ണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരുവോടോ? എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഇയാൾ പറഞ്ഞല്ലോ ഘോരഘോരം ഇയാളെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അളയാൻ പോകുന്ന തീ ആളിക്കത്തുന്നതാണെന്നും എന്തോന്നും വലിയ തിരമാലയ്ക്ക് മുന്നിലുള്ള ശാന്തതയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാ ഒരു ചോദ്യം കുഞ്ഞളിയനോട്, എന്തെങ്കിലും വാഗ്ദാനമോ എന്തെങ്കിലും കാര്യം പറയാനുള്ളൂ? തൃശ്ശൂരിൽ BJP ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരന്റെ കാറ് ആർക്കോ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, BJPക്കാരന്റെ കാറ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വെല്ലുവിളി തന്നെ നടത്താനുണ്ടോടോ? വെല്ലുവിളികളെ ഞങ്ങൾ ജനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അനാവശ്യ വെല്ലുവിളി കേൾക്കുന്ന ഞങ്ങൾ തയ്യാറല്ല. അതാണ് ജനങ്ങളെ വിശ്വസിക്കണം. നിങ്ങൾ അവിടെയാണ് പോയി ജനങ്ങളെ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കുഞ്ഞളിയെ നിന്ന് പോരിക്കാം. ശരി.